ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ടൂത്ത് പേസ്റ്റിൻ്റെ കവർ വെച്ചിട്ട് ഒരു സിമ്പിളായിട്ട് ചെയ്യാവുന്ന ബോട്ടിലാട്ടാണ്. അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ടൂത്ത് പേസ്റ്റിൻ്റെ കവർ ഇതുപോലെ പെറ്റൽസിൻ്റെ ഷേപ്പിലും അതുപോലെ തന്നെ നമ്മുടെ റൗണ്ട് ഷേപ്പിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഏകദേശം നമ്മളൊരു പെറ്റൽസ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ഒരു 12 പെറ്റൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് നമ്മുടെ പെറ്റൽസുകളെല്ലാം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കുന്നത്, അതുകൊണ്ടാണ് ചെറിയ പെറ്റൽസ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ബോട്ടിലിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാ പെറ്റൽസും ഒട്ടിച്ചു കൊടുക്കണം. ഫസ്റ്റ് ഒരു ലെയർ ഒട്ടിക്കുക, അതിനുശേഷം പിന്നീട് വരുന്ന അതായത് നമ്മൾ ഒട്ടിച്ച 2 പെറ്റൽസിൻ്റെ നടുക്കായിട്ട് നെക്സ്റ്റ് ലെയർ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ ഒട്ടിച്ചു. ഇനി സെക്കൻഡ് ലെയേഴ്സ് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഗ്യാപ്പൊന്നും വീഴാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നടുക്കേക്ക് ഞാൻ കുറച്ച് ബഡ്സ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഏകദേശം നമ്മൾ ഒരു 7 പീസോളം ബഡ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററായിട്ട് നമുക്ക് നന്നായിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഒട്ടിക്കുന്ന പീസ് നടുക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം, പിന്നെ ഉള്ളത് അതിന് ചുറ്റുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കളർ അടിച്ചു കൊടുക്കാം നമ്മുടെ ഫ്ലവേഴ്സിന്. അപ്പോൾ ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ പെറ്റൽസിനെല്ലാം ഈ റെഡ് കളർ നമുക്ക് നന്നായിട്ട് അടിച്ചു കൊടുക്കാം. നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമേ ഉള്ളൂ പെറ്റൽസിൽ കളർ അടിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഫുള്ള് കളർ അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ലീഫുകൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ലീഫിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം നമുക്ക് ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു രീതിയിൽ മടക്കി കൊടുത്താൽ മതി. ഇങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ലീഫിൻ്റെ സ്ട്രക്ചർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കുറേയധികം ചെയ്തെടുക്കണം. ഇനി നമുക്കിതിനെ കളർ കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഫുള്ള് നമ്മുടെ ലീഫിൽ അടിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി ഡാർക്ക് ഗ്രീൻ കളർ ഓരോ ഷെയ്ഡായിട്ട് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ലാസ്റ്റ് പോർഷനിലൊന്ന് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അതിന് മുകൾ ഭാഗത്തേക്കായിട്ട് അടിച്ചു കൊടുക്കുക. കറക്റ്റ് നമ്മൾ ഈ മടക്കിയ ആ പാടില്ലേ, ആ പാടിനനുസരിച്ച് ഇതുപോലെ ഡാർക്ക് കളർ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ലീഫ് ഫുള്ള് ചെയ്തെടുക്കണം. നമ്മൾ ആ മടക്കിയ പാടുള്ളത് കൊണ്ട് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ മോൾ പോർഷനൂടെ ഡാർക്ക് കളർ അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്ലാക്ക് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഇതിന് ബോർഡർ ലൈൻസ് വരച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സെൻറ്ററിൽ വരച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ബോർഡേഴ്സ് വരച്ചില്ലേ, അതായത് ലൈറ്റ് ഗ്രീൻ വെച്ചും അതുപോലെ ഡാർക്ക് ഗ്രീൻ വെച്ചും ബോർഡേഴ്സ് വരച്ചില്ലേ, അതിന് ഒരു ബോർഡർ ലൈൻ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഈ ഒരു രീതിയിൽ ലൈറ്റായിട്ട് വരച്ചു കൊടുത്താൽ മതി.
അപ്പോൾ ഈ ഒരു രീതിയിൽ കുറേ ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ കുറേ തണ്ടുകളോട് ചെയ്തിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിൽ നമ്മൾ ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് റോൾ ചെയ്തെടുത്തിരിക്കുന്നതാണ്. അപ്പം ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് നമ്മുടെ ബോട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് തണ്ടുകൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ തണ്ടുകൾ ഒട്ടിക്കാൻ വേണ്ടി ഫെവിക്കോളാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പക്ഷേ യൂസ് ചെയ്യാവുന്നതാണ്. എനിക്ക് ഫെവിക്കോൾ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നത്. ഉണങ്ങാനായിട്ട് കുറച്ച് താമസം എടുക്കുന്നേ ഉള്ളൂ, പക്ഷേ ഏറ്റവും നല്ലത് ഫെവിക്കോൾ തന്നെയാണ്. ഞാൻ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് ആ ടൈമിൽ ഇരിക്കും, പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അതിങ്ങ് പൊളിഞ്ഞു പോരും. അപ്പം ഉണങ്ങാൻ ഇത്തിരി താമസം ഉണ്ടെങ്കിലും ഏറ്റവും നല്ലത് ഫെവിക്കോൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തണ്ടുകൾ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ ക്രോസ് ആയിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് തണ്ടുകൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഒട്ടാൻ നല്ല പ്രയാസമായിരിക്കും, എന്നാലും സാരമില്ല. കുറച്ചു നേരം ഇതുപോലെ പ്രസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നന്നായിട്ട് ലോങ് ലാസ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം കുറച്ച് കഷ്ടപ്പാടുണ്ടെന്നേ ഉള്ളൂ, അത് കഴിഞ്ഞ് നന്നായിട്ട് ഇരുന്നോളും. പിന്നെ നമ്മൾ ഏത് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നന്നായിട്ട് വാർണിഷ് അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാലേ ഉള്ളൂ നമ്മുടെ വർക്കിന് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് അടുത്ത തണ്ടൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് തണ്ടുകൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഇത്തിരി ഒട്ടാനായിട്ട് പ്രയാസമായിരിക്കും, കാരണം നമ്മൾ ക്രോസ് ചെയ്തല്ലേ ഒട്ടിക്കുന്നത്, അതുകൊണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുക്കും ഇത് കിട്ടാനായിട്ട്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ ഒരുപാട് എക്സസ് എമൗണ്ട് അപ്ലൈ ചെയ്യാതെ കുറച്ച് അപ്ലൈ ചെയ്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം അടുത്ത ഭാഗം ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഫെവിക്കോളിൻ്റെ മെയിൻ പ്രശ്നം ഇതാണ്, ഇതുപോലെ അങ്ങ് പോകും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിക്കുകയാണെങ്കിൽ അതവിടെ നന്നായിട്ട് തന്നെ ഇരുന്നോളും. എന്തായാലും എനിക്ക് ഗ്ലൂ ഗണ്ണിനേക്കാളും ഇഷ്ടം ഫെവിക്കോൾ തന്നെയാണ്. ഇത്തിരി ഒട്ടാൻ താമസമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചു നേരം നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒട്ടാവുന്നതേ ഉള്ളൂ. നമ്മൾ പ്രസ് ചെയ്യാതെ പെട്ടെന്ന് ചെയ്യാനുള്ള ധൃതിക്ക് പോവുകയാണെങ്കിൽ അത് നന്നായിട്ട് ഒട്ടിയിരിക്കില്ല. അങ്ങനെ നമ്മൾ തണ്ടുകളെല്ലാം നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ലാസ്റ്റ് പോർഷനിൽ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യാനുണ്ടായിരുന്നു, അതുകൂടെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊങ്ങിപ്പോരും, എന്നാലും കുഴപ്പമില്ല, അത് നന്നായിട്ട് ഇരുന്നോളും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഫ്ലവേഴ്സും ലീഫുകളും എല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താലായിട്ട് അത് നന്നായിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കി ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളകി പോകുന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിംഗ് ലുക്കായിരിക്കും. നമ്മുടെ ഗ്ലൂ ഒക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കഴിയുമ്പോൾ ഈ വൈറ്റ് കളറൊക്കെ മാറിക്കോളും. അപ്പം നമുക്ക് നെക്സ്റ്റ് ഫ്ലവർ കൂടെ ഈ പോർഷനിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരുപാട് ഫെവിക്കോൾ എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് ഫെവിക്കോളിൽ നമ്മൾ എടുത്താൽ തന്നെയും അത് ഒരുപാട് നന്നായിട്ട് ഒട്ടിയിരിക്കില്ല. കുറച്ച് ഫെവിക്കോൾ എടുത്ത് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിനിടയിലേക്കായിട്ട് ലീഫുകളെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക.
നമ്മൾ ആ ബോർഡർ ലൈൻസ് ഒക്കെ ഇട്ട് കൊടുത്തപ്പോൾ ലീഫിനൊക്കെ കറക്റ്റ് ഒരു നല്ലൊരു ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ലീഫുകളൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇരുന്നോളും. പിന്നെ നിങ്ങൾ ലൈറ്റ് കളർ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബോട്ടിലെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റോ അല്ലെങ്കിൽ ബ്ലൂവോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഡാർക്ക് കളർ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ലീഫുകളെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബോട്ടിലൂടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.